വീക്കിലി റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 മണിക്ക് ഷിക്കാഗോയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ടപ്പിന്റെ 117ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ മാസം 26-ാം തീയതി വെള്ളിയാഴ്ച വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിം. ഇന്നലെ ഡിസംബർ മാസം 25-ാം തീയതി ലോകം എമ്പാടുമുള്ള ജനങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായി ലോകത്തിൽ അവതരിച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ പിറവിയുടെ അനുസ്മരണം ലോകമെമ്പാടും നടന്നു. ഇന്ത്യയിൽ നടന്ന വിവിധ സ്ഥലങ്ങളിൽ നടന്ന ക്രിസ്മസ് പരിപാടികളിൽ അനേകർ പങ്കെടുത്ത് തിരുപ്പിറവി ആഘോഷിച്ചു. ന്യൂഡൽഹിയിൽ CNI ചർച്ചിൽ നടന്ന ക്രിസ്മസ് ആഘോഷ പരിപാടികളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ മോഡി പങ്കെടുത്ത് ക്രൈസ്തവ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കേരളത്തിൽ വിവിധ ദേവാലയങ്ങളിൽ നടന്ന പാതിര കുർബാനയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിച്ചു. യേശുക്രിസ്തുവിന്റെ ലോകത്തിലുള്ള വരവ് എന്ന് പറയുന്നത് പാപമോചനത്തിന് വേണ്ടിയിട്ടുള്ള വരവായിരുന്നു. ആദ്യത്തെ ക്രിസ്മസ് പ്രഖ്യാപിച്ചുകൊണ്ട് ദൂതന്മാർ ഇങ്ങനെ പറഞ്ഞു, അവൻ മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെ മോചിപ്പാനുള്ളത് കൊണ്ട് അവൻ യേശു എന്ന പേരിടാൻ. യേശുക്രിസ്തുവിന്റെ പേര് ഇടുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം മനുഷ്യവർഗത്തിന്റെ പാപത്തിൽ നിന്ന് യേശുക്രിസ്തു രക്ഷിക്കുവാൻ കടന്നു വന്ന രക്ഷിതാവായതുകൊണ്ട് അവന് യേശു എന്ന പേരിടാൻ. മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെ മോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്നത്. ലോകമെമ്പാടും അത് ഇന്നലെ ആഘോഷിച്ചു. ഡിസംബർ 25-ാം തീയതി ആഘോഷിക്കാതെ ജനുവരിയിൽ ആഘോഷിക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. എന്നാണെങ്കിലും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പാപത്തിന് പരിഹാരമായി ഈ ലോകത്തിൽ അവതരിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു നമുക്ക് തരുന്നത് സമാധാനമാണ്, സന്തോഷമാണ്, രക്ഷയാണ്, സൗഖ്യമാണ്. ഒരു വലിയ പ്രതീക്ഷയാണ് യേശു ക്രിസ്തു നമുക്ക് നൽകി തരുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരുമാനത്തോളം ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലെ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ വളരെ ആഘോഷപൂർവ്വം ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ അതിന്റെ ആനന്ദത്തെ കെടുത്തുവാൻ വടക്കേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകളിൽ പലപ്പോഴും ക്രിസ്തീയ മാർഗത്തിനെതിരായി പ്രത്യേകിച്ച് ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് തടസ്സം നിന്നുകൊണ്ട് വർഗീയവാദികൾ പല അക്രമങ്ങളും അഴിച്ചുകൊടുക്കുക എന്നുള്ള ഖേദമായിരിക്കുന്ന റിപ്പോർട്ടുകളും നമുക്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കാണുവാൻ പറ്റുകയായിട്ടുണ്ട്. യേശുക്രിസ്തു ലോകത്തിൽ വന്നത് സമാധാനം ഉണ്ടാക്കുവാനാണ്, പരസ്പരം സ്നേഹിക്കുവാനാണ്, ഒരു സമുദായം ഉണ്ടാക്കുവാനോ ഒരു മതം ഉണ്ടാക്കുവാനോ യേശുക്രിസ്തു വന്നില്ല. പകരം മനുഷ്യവർഗത്തിന് സമാധാനം നൽകി കൊടുക്കുവാൻ പാപങ്ങളുടെ മോചിക്കൽ വന്ന യേശുക്രിസ്തുവിന്റെ ജനം അത് സമാധാന അന്തരീക്ഷത്തിൽ തുറന്നും ആകേണ്ടത് അത് നമ്മുടെ കടമയാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യയുള്ള ജനങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ക്രൈസ്തവരുടെ ആക്രമിക്കുന്ന ഈ പരമ്പരയിൽ നിന്ന് ജനങ്ങൾ മാറുവാൻ, വർഗീയവാദികൾ മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഡിസംബർ മാസം 25-ാം തീയതി ഇന്നലെ ക്രിസ്മസ് ആഘോഷിച്ചപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു അംഗത്തിന്റെ ബർത്ത്ഡേയും കൂടിയായിരുന്നു ഡിസംബർ മാസം 25-ാം തീയതി. അദ്ദേഹം ഒരു കലാകാരനാണ്. നിരവധി ഗാനങ്ങൾ എഴുതി ക്രൈസ്തവ കൈരളിക്ക് നൽകി കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട മോഹൻ കാഞ്ഞിരമണ്ണിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് ഡിസംബർ 25-നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം അദ്ദേഹത്തിന്റെ സ്നേഹിതരും ബന്ധുക്കളും കുടുംബാംഗങ്ങളും എല്ലാം എപ്പോഴും ഓർത്തിരിക്കാറുണ്ട്. അതൊക്കെ പല ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഗാനം ഇതാണ്, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എന്റെ കുടുംബവും എന്നും. ഒരു സമർപ്പണത്തിന്റെ ഒരു ഗാനമാണ്. ദൈവസന്നിധിയിൽ വിനയത്തോടു കൂടി അർപ്പിക്കുന്ന ഒരു ഗാനമാണ് ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ. അദ്ദേഹം തന്റെ ആ വരികളിലൂടെ പറയുന്നത്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സാക്ഷ്യങ്ങളിലൂടെ പറയുന്നത്, പത്തനംതിട്ടയിൽ ജനിച്ചു വളർന്ന മോഹൻ കാഞ്ഞിരമണ്ണിൽ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ നിന്ന് ഗൾഫിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ചിക്കാഗോയിലേക്ക് വരുന്നു, അവിടെ നിന്ന് ഇപ്പോൾ അറ്റ്ലാന്റയിൽ അദ്ദേഹം താമസിക്കുന്നു. ഈ താൻ സഞ്ചരിച്ച വഴികളിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതുകൊണ്ട്, സഹായം ഉണ്ടായിരുന്നതുകൊണ്ട് ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എന്റെ കുടുംബവും എന്തുള്ളൂ. ദൈവം ചെയ്ത നന്മകളല്ലാതെ, ദൈവം തന്ന അനുഗ്രഹങ്ങളല്ലാതെ ഒന്നുമില്ല എന്ന ദൈവസന്നിധിയിൽ വിനയത്തോടെ അർപ്പിക്കുന്ന ഒരു ഗാനമാണ് മോഹൻ കാഞ്ഞിരമണ്ണിൽ തന്റെ ഗാനം. നിരവധി ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശാരീരികമായിരിക്കുന്ന അത്ര അസൗഖ്യമല്ലാത്തതുകൊണ്ട് ഗാന രചനയിൽ നിന്ന് അല്പം വിട്ടു നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആയുസ്സും ആരോഗ്യവും ഞങ്ങൾ നേരുന്നു. ഈ പുതിയ വർഷത്തിൽ ദൈവത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന ഒരു ചിത്രം നിങ്ങളെ പരിചയപ്പെടുത്തി എനിക്ക് സന്തോഷമുണ്ട്.
നമ്മുടെ വീക്കിലി റൗണ്ട് അപ്പ് നിരവധി പേർ കാണാറുണ്ട്. എന്നാൽ പല കൊച്ചു കുഞ്ഞുങ്ങളും അത് കണ്ടിട്ട് ഒരുപക്ഷെ മലയാളം ഓർക്കാൻ മനസ്സിലാകത്തില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു. പക്ഷേ ഈ വീക്കിലി റൗണ്ട് അപ്പ് ഇത് വെള്ളിയാഴ്ച രാവിലെ ഷിക്കാഗോ സമയം 8:30 മണിക്ക് പ്രക്ഷേപണം ചെയ്യുമ്പോൾ അവർക്ക് അത് കാണണമെന്നുള്ള ആഗ്രഹത്തോടെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാണുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ആ ചിത്രം TV കാണുമ്പോൾ അത് ആകാംക്ഷപൂർവ്വം കണ്ടു നിൽക്കുന്ന ഒരു പിഞ്ചു പൈതലിനെയാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾ ഈ സമയത്ത് ഈ ചിത്രം ഞാൻ കാഴ്ച ബ്രദർ കെവിൻ, മറിയ എന്നിവരെ ഞങ്ങൾ അനുമോദിക്കുകയും അവരോടുള്ള നന്ദി രേഖപ്പെടുത്തിയിരുന്നു. ലീവായി അവരുടെ ഏക മകൻ ലീവയാണ് ഈ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി റൗണ്ട് അപ്പ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ വിവരങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത്. ഇതുപോലെ അനേക മാതാപിതാക്കൾ ഞങ്ങളെ വിളിച്ചത് പറയാറുണ്ട്. അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ആകാംക്ഷയോടെ കണ്ടുകൊണ്ടിരിക്കുന്നു. ചിലർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്, ചിലർക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ഇത് കാണുന്നത് അവർക്ക് സന്തോഷമാണെന്നൊക്കെ അറിയിക്കുന്നുണ്ട്. അത് അറിയിക്കുന്നതും കേൾക്കുന്നതൊക്കെ ഞങ്ങൾക്കൊരു സന്തോഷമാണ് കേട്ടോ. അവർ ഇതുപോലുള്ള ചിത്രങ്ങൾ അയച്ചു തന്നാൽ നമ്മുടെ ഈ പഞ്ചായത്ത് നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. കെവിൻ, മറിയ, DY കുടുംബത്തിന് എല്ലാവരുമായിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാക്കി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അടുത്ത വാർത്തകളിലേക്ക് കേൾക്കാം. IPC നോർത്ത് അമേരിക്കൻ ഈസ്റ്റേൺ റീജിയന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. കഴിഞ്ഞ ആഴ്ചയിൽ ന്യൂയോർക്കിൽ നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് പാസ്റ്റർ E.T. എബ്രഹാം, പാസ്റ്റർ ജേക്കബ് ജോർജ് വൈസ് പ്രസിഡന്റ്, പാസ്റ്റർ ജോൺസൺ എബ്രഹാം സെക്രട്ടറി, ബ്രദർ ബ്ലസൻ ജോയിന്റ് സെക്രട്ടറി, ബ്രദർ ജോസ് പന്തളം ട്രഷറർ എന്നിവരുൾപ്പെടുന്ന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തത്. പാസ്റ്റർ ജോസഫ് വില്യമായിരുന്നു മുൻ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചിരിക്കുന്നത്. ചില വർഷങ്ങളായി പാസ്റ്റർ ജോസഫ് വില്യമിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നിരവധി പ്രവർത്തനങ്ങൾ, ദൈവകാരുണ്യ പ്രവർത്തനങ്ങൾ, സുശേഷ പ്രവർത്തനങ്ങൾ ഈസ്റ്റേൺ റീജിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുണ്ടായി. അമേരിക്കയിലെ റീജിയനിൽ ഏറ്റവും വലിയ റീജിയനാണ് IPC നോർത്ത് അമേരിക്കൻ റീജിയൻ. ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ഫിലഡൽഫിയ, അതുപോലെ ആ ഭാഗങ്ങൾ ഈസ്റ്റേൺ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈസ്റ്റേൺ റീജിയൻ. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പാസ്റ്റർ E.T. എബ്രഹാമിനും ടീമിനും ഞങ്ങളുടെ അനുമോദനങ്ങൾ ഞങ്ങൾ അറിയിക്കും. ഫെലോഷിപ്പ് ഓഫ് പെന്റക്കോസ്റ്റൽ ചർച്ചസ് ഇൻ ഷിക്കാഗോ FPCCയുടെ അടുത്ത വർഷത്തെ ഭാരവാഹികളായി പാസ്റ്റർ സേവ്യർ ജെയിംസിനെയും ജോയിന്റ് കൺവീനറായി പാസ്റ്റർ MG ജോൺസണെയും തെരഞ്ഞെടുത്തു. കഴിഞ്ഞ ശനിയാഴ്ച IPC ഷിക്കാഗോ സഭയിൽ നടന്ന ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ വെച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. കഴിഞ്ഞ 2 വർഷമായി ഡോക്ടർ വില്ലി എബ്രഹാമും പാസ്റ്റർ തോമസ് യോഹന്നാനുമായിരുന്നു FPCCക്ക് നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷത്തെ വിശദമായിരിക്കുന്ന റിപ്പോർട്ടുകളും വനവിധികളും കണക്കിലും ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടുകയുണ്ടായി. പുതിയ തെരഞ്ഞെടുക്കപ്പെട്ട പാസ്റ്റർ സേവ്യർ ജെയിംസിനും പാസ്റ്റർ MG ജോൺസണും പ്രത്യേക അനുമോദനങ്ങൾ ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. ഷിക്കാഗോ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് CCFന്റെ ആഭിമുഖ്യത്തിലുള്ള വിന്റർ കൺസേർട്ട് കഴിഞ്ഞ ഞായറാഴ്ച ഡിസംബർ മാസം 21-ാം തീയതി വിസ്കോൺസിലുള്ള ഷാരോൺ ചർച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. നിരവധി സഭകളിൽ നിന്നുള്ള യുവജന പ്രതിനിധികൾ മീറ്റിംഗിൽ പങ്കെടുത്ത് വളരെ മനോഹരമായിരിക്കുന്ന രീതിയിൽ CCFന്റെ വിന്റർ കൺസേർട്ട് നടത്തപ്പെട്ടുവെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു. അടുത്ത വർഷത്തെ CCFന്റെ ഭാരവാഹികൾക്കും കമ്മിറ്റി അംഗീകാരം. ഷാരോൺ ഫെലോഷിപ്പ് ഓഫ് ചർച്ചസ് ഇൻ നോർത്ത് അമേരിക്കയുടെ മുൻ ജനറൽ സെക്രട്ടറിയും ഷാരോൺ ഫെലോഷിപ്പിന്റെ മുൻ ജനറൽ സെക്രട്ടറിയുമൊക്കെയായ പരേതനായ പാസ്റ്റർ CM ടൈറ്റസിന്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ ഒരു അനുസ്മരണ സമ്മേളനം കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്നു. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചസ് ഇൻ നോർത്ത് അമേരിക്കയുടെ ജനറൽ സെക്രട്ടറി ബ്രദർ ജോൺസൺ ഉമ്മന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ അനേകർ പാസ്റ്റർ CM ടൈറ്റസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടുള്ള നന്ദി രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ ദുഃഖവും പ്രത്യാശയും അറിയിക്കുകയും ചെയ്തു. നമ്മുടെ ഈ വീക്കിലി റൗണ്ടപ്പിന് വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ ഈ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് കുടിയേറ്റത്തിൽ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത് അനുശോചനം കഴിഞ്ഞ കോവിഡ് സമയത്ത് ഏകദേശം 100 ദിവസത്തിലധികം വെന്റിലേറ്ററിൽ കിടന്ന ഒരു ദൈവദാസനാണ് ന്യൂയോർക്കുള്ള പാസ്റ്റർ ബെഞ്ചമിൻ തോമസ്. അനേക ദൈവമക്കളെ അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് കോവിഡിന്റെ സമയം ആദ്യ ഘട്ടങ്ങളിലായതുകൊണ്ട് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഈ ദൈവദാസനോട് പ്രാർത്ഥിച്ചു. തുടർച്ചയായി 100ഓളം ദിവസങ്ങളാണ് അദ്ദേഹം ആശുപത്രിയിൽ കിടന്നത്. എന്നാൽ ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമായി അദ്ദേഹം അതിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം പിന്നീട് പല മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്തു. പല ഓൺലൈൻ മീറ്റിങ്ങിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ ലങ്സിന് വീണ്ടും പ്രോബ്ലങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നു. ദൈവദാസന്മാരും ദൈവമക്കളുടെ പ്രാർത്ഥന ആ സഭയും ആ കുടുംബാംഗങ്ങളും അപേക്ഷിച്ചിട്ടുണ്ട്. പാസ്റ്റർ ബെഞ്ചമിൻ തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ ആവശ്യം. 2026 ജൂലൈ ആദ്യ വാരം
ഷിക്കാഗോയിൽ വെച്ച് നടക്കുന്ന 40ാമത് പിസീന കോൺഫറൻസിന്റെ പ്രീ രജിസ്ട്രേഷന്റെ അവസാന ദിവസങ്ങൾ അടുക്കുകയാണ്. ഡിസംബർ മാസം 31-ാം തീയതി, അതായത് വെറും 6 ദിവസങ്ങൾ മാത്രമേ ഇനി മുമ്പിലുള്ളൂ. പിസീനക്ക് മുമ്പോട്ട് വെക്കുന്ന ഡിസ്കൗണ്ട് റേറ്റുകളിൽ രജിസ്റ്റർ ചെയ്യുവാനുള്ള അവസാന ദിവസം ഡിസംബർ മാസം 31-ാം തീയതിയാണ്. രജിസ്ട്രേഷന്റെ ഫീസ് ഉദാഹരണത്തിന് ഇപ്പോൾ $30. അത് 31 കഴിഞ്ഞ ജനുവരി 1 ആകുമ്പോൾ അത് $50 ഉയരുകയാണ്. അതുകൊണ്ട് ഈ സൗജന്യ നിരക്കുകൾ ദയവായിട്ട് പിസീന കോൺഫറൻസ് പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നവർ ഉപയോഗിക്കണമെന്ന് അതിന്റെ ഭാരവാഹികൾ അറിയിക്കുന്നു. നിരവധി പ്രവർത്തനങ്ങൾ പിസീനയോടുള്ള ബന്ധത്തിൽ നടന്നു വരുന്നു. വളരെ ശക്തമായിരിക്കും ഒരു സമ്മേളനമായിരിക്കും 2026 ഷിക്കാഗോ വെച്ച് നടക്കുന്നത് എന്ന് ഉള്ള കാര്യത്തിൽ സംശയമില്ല. ഈ മീറ്റിംഗ് നിങ്ങൾ മിസ്സാക്കരുത്. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. 6 ദിവസം മാത്രമേ ഉള്ളൂ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം. pcnetchicago.org എന്ന വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ ലളിതമായിരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. മുറികൾ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. ഭക്ഷണ ക്രമീകരണങ്ങൾ ആവശ്യമുള്ളവർക്ക് അതിനുള്ള രജിസ്ട്രേഷനുള്ള സാവകാശം ഉണ്ടാകും. അതുകൊണ്ട് ഈ സൗകര്യം നിങ്ങൾ വിനിയോഗിക്കുവാൻ ഞങ്ങൾ ദയവായിട്ട് നിങ്ങളെ ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ അതിന്റെ പ്രൊമോഷൻ മീറ്റിംഗ് പല സ്ഥലങ്ങളിൽ നടന്നു വരുന്നു. ഹൂസ്റ്റണിൽ വെച്ച് കഴിഞ്ഞ ആഴ്ചയിലെ പ്രൊമോഷൻ മീറ്റിംഗ് നടന്നു. പിന്നീട് ഫ്ലോറിഡയിൽ വെച്ച് നടന്നു. വീണ്ടും ഡാളസ് ഉൾപ്പെടെയുള്ള ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട സിറ്റികളിൽ പ്രൊമോഷൻ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നതാണ്. ഈ മീറ്റിംഗിലെല്ലാം പങ്കെടുത്ത് ഈ പിസീന പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിലെല്ലാം ഉപരിയായി ജനുവരി മാസം 10-ാം തീയതി മുതൽ ഫെബ്രുവരി മാസം 18-ാം തീയതി വരെ 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസ പ്രാർത്ഥന ആരംഭിക്കുക. നാഷണൽ പ്രയർ കോർഡിനേറ്റർ പാസ്റ്റർ PV മാമന്റെ നേതൃത്വത്തിൽ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. ജനുവരി 10-ാം തീയതി ഷിക്കാഗോയിൽ വെച്ച് നടക്കുന്ന പ്രഥമ സമ്മേളനത്തിൽ അത് ഇൻ പേഴ്സൺ മീറ്റിംഗ് ആണ്. അതിൽ ഷിക്കാഗോയിലുള്ള വിവിധ സഭകളിലുള്ള വിശ്വാസികൾ ദൈവദാസന്മാർ പങ്കെടുക്കും. നാഷണൽ കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുക്കും. അതോടെ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അവിടെ ആരംഭിക്കും. ഫെബ്രുവരി 18 വരെ അത് തുടരുന്നതാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അത് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളും ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ഇതിനോട് സഹകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുമായി ബന്ധപ്പെടുക. അല്ലെങ്കിൽ പാസ്റ്റർ PV മാമനുമായിട്ട് ബന്ധപ്പെടുക. അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ വെബ്സൈറ്റിൽ ചെന്ന് നിങ്ങളുടെ പേരുകൾ ഇടുകയാണെങ്കിൽ അത് നിങ്ങളെ കൂടെ ഉൾക്കൊണ്ടിട്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും. ദിവസം ഒരു നേരം അല്ലെങ്കിൽ 2 നേരം ഉപവസിച്ച് നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. സഭയെ നശിപ്പിക്കുന്ന രാഷ്ട്രീയം വേണ്ടെന്ന് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ മലയാളം ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചു. അന്യോന്യം ക്ഷമ ചോദിച്ച് നേതാക്കന്മാർ കഴിഞ്ഞ 23-ാം തീയതി ഡിസംബർ മാസം 23-ാം തീയതി നടന്ന പ്രസ്ബിറ്ററി മീറ്റിംഗ് വെച്ചാണ് അസാധാരണമാണെന്ന് പറയപ്പെടുന്ന ഈ സമ്മേളനം നടക്കുന്നത്. കഴിഞ്ഞ 1/2 നൂറ്റാണ്ടിലധികമായി അസംബ്ലീസ് ബോർഡ് പ്രസ്ഥാനത്തിൽ നിലനിന്ന രാഷ്ട്രീയമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ജനങ്ങളെല്ലാവരും തന്നെ അച്ചടക്കത്തോടെ സഭാ സംവിധാനം ആത്മീയ രീതിയിൽ മുമ്പോട്ട് പോകണമെന്നുള്ള ആശയത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് പ്രസ്ബിറ്ററി എടുത്ത തീരുമാനമാണെന്നാണ് ഈ മലയാളം ഡിവിഷന്റെ സൂപ്രണ്ടായിരിക്കുന്ന പാസ്റ്റർ TJ ഷാമുവൽ ഫേസ്ബുക്കിലൂടെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ അസംബ്ലീസ് ബോർഡിന്റെ വിവിധ ലീഡേഴ്സും അവരുടെ ഫേസ്ബുക്കിലും മറ്റ് വിവിധ മാധ്യമങ്ങളിലൂടെയും ഈ വാർത്ത വരുന്നു. പക്ഷെ ഇവിടെ ഒരു ചോദ്യം സംഭവിക്കുന്നത് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ അടിയിൽ അനേകരുടെ പ്രതികരണങ്ങൾ ഞങ്ങൾ കാണുകയുണ്ടായി. ചോദിക്കുന്ന ഒരു ചോദ്യം, കഴിഞ്ഞ 1/2 നൂറ്റാണ്ടിലധികമായിട്ട് പരസ്പരം ക്ഷമിക്കാതെ അല്ലെങ്കിൽ പരസ്പരം വിദ്വേഷം വെച്ചുകൊണ്ടാണോ ഇതുവരെ മുമ്പോട്ട് പോയത് എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുക. മുഖ്യധാര പെന്തക്കോസ്തൽ സഭകളിൽ നിന്ന് രാഷ്ട്രീയവും പാനലുകളും കക്ഷി രാഷ്ട്രീയവും ഒക്കെ കൊടികുത്തി വാഴുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഈ തീരുമാനം വളരെ പ്രസക്തമാണ്. ഈ തീരുമാനം വളരെ മാതൃകാപരമാണ്. മുന്നോട്ട് പോട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതോടൊപ്പം ആശംസിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഞെട്ടിപ്പിക്കുന്ന ഒരു രീതിയിലാണ് അതിന്റെ പ്രതികരണമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ ഇതിനോട് പ്രതികരിക്കുന്നത്. കഴിഞ്ഞ 1/2 നൂറ്റാണ്ടിലധികമായി അസംബ്ലീസ് ഓഫ് ഗോഡിൽ നടന്നു വന്ന തെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ അവിടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇതുപോലുള്ള പകയും കക്ഷി രാഷ്ട്രീയമൊക്കെ വെച്ചുകൊണ്ടായിരുന്നോ എന്നുള്ള ചിന്ത പ്രകടിപ്പിച്ചുകൊണ്ട് അനേകം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രകടിപ്പിക്കുകയുണ്ടായി എന്നുള്ള കാര്യം കൂടെ ഈ സമയത്ത് നമ്മൾ ഓർക്കുക. നമ്മുടെ മുഖ്യധാരാ സഭകൾ IPC,
അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, അതുപോലുള്ള വിവിധ സഭകൾ, അവിടെയെല്ലാം അവിടുന്ന് ലീഡർഷിപ്പ് കൊടുക്കുന്നവർ ദൈവാശ്രയ ബോധത്തോടെ, സാവധാനയോടെ, സംയമനത്തോടെ, ആത്മീയതയോടെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് സമൂഹത്തിന്റെ മാതൃകയായി തീരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. IPCയുടെ യുവജന വിഭാഗമായ PYPAയുടെ ജനറൽ ക്യാമ്പ് എറണാകുളത്ത് പെരുമ്പാവൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഷാരോൺ ഫെലോഷിപ്പിന്റെ യുവജന വിഭാഗമായ CEMന്റെ യുവജന ക്യാമ്പ് തിരുവനന്തപുരത്തും നടന്നുകൊണ്ടിരിക്കുന്നു. 2 ക്യാമ്പുകളിലും നിരവധി യുവതി യുവാക്കൾ പങ്കെടുക്കുന്നു. വലിയ ആത്മിക അനുഗ്രഹങ്ങൾ ആ സമ്മേളനത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചർച്ച് ഓഫ് ഗോഡിന്റെ സൺഡേ സ്കൂൾ ക്യാമ്പ് ഡിസംബർ 24 മുതൽ 26 വരെ അടൂർ യൂത്ത് സെന്ററിൽ നടക്കുന്നതാണെന്ന് എന്റെ ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം അറിയിക്കുന്നു. അതുപോലെ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ മുഖ്യധാര സംഘടനകളുടെയൊക്കെ യുവജന വിഭാഗങ്ങൾ, സൺഡേ സ്കൂൾ വിഭാഗങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ദൈവിക വചനത്തിൽ മാത്രം ഉറച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം ഇടയാക്കട്ടെ. ഈ ക്യാമ്പുകൾക്ക് എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ചെന്നൈ സെൻട്രൽ ഡിസ്ട്രിക്ട് കൺവെൻഷൻ 30ാമത് വാർഷിക കൺവെൻഷനാണ് ജനുവരി മാസം 9 മുതൽ 11 വരെ സാം മഹാശ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു. ഈ സമ്മേളനത്തിൽ പാസ്റ്റർ KJ തോമസ് മുഖ്യ സന്ദേശം നൽകി. സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ഇടയിൽ ചില മരണ വാർത്തകളിൽ ഖേദപൂർവ്വം റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നതിനകത്ത് ദുഃഖമുണ്ട്. പ്രിസ്ക ജോസഫ് 42 വയസ്സ് ഡാലസിൽ വെച്ച് കഴിഞ്ഞ ദിവസം പ്രവേശിച്ചു. PMG സഭയുടെ മുൻ പ്രസിഡന്റ് പാസ്റ്റർ KK ജോസഫിന്റെ മകളാണ്. ഡിസംബർ 27-ാം തീയതി സംസ്കാര ശുശ്രൂഷകൾ ഡാലസിൽ വെച്ച് നടന്നു. ഭർത്താവ് ഇവാഞ്ചലിസ്റ്റ് ജോഫി ചെറിയനുമ്മൻ, മക്കൾ ലെവി, ന്യൂയോർക്കിൽ ക്രൈസ്റ്റ് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സീനിയർ പാസ്റ്ററായ പാസ്റ്റർ ജോർജ് P. ചാക്കോയുടെ ഭാര്യ മാതാവ് ചിന്നമ്മ ജോൺ 80 വയസ്സ് കഴിഞ്ഞ ദിവസം നിത്യത്തിലേക്ക് പ്രവേശിച്ചു. ഇക്കാര്യമുള്ള രാജൻ എബ്രഹാമിന്റെ മാതൃ സഹോദരിയാണ് നിത്യത്തിലേക്ക് പ്രവേശിച്ച ചിന്നമ്മ ജോൺ. ഷിക്കാഗോ IPA സഭാംഗമായ ബെഞ്ചമിൻ സാമുവൽ സജിയുടെ ഭാര്യ ലില്ലിയുടെ മാതാവ് അന്നമ്മ തോമസ് കേരളത്തിലേക്ക് നിത്യത്തിലേക്ക് പ്രവേശിച്ചു. അന്നമ്മ തോമസ് വേലം പറഞ്ഞു സംസ്കാര ശുശ്രൂഷകൾ കേരളത്തിലേക്ക്. IPC സഹോദരി സമാജം കേരള സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ശ്രീമതി അന്നമ്മ ചാക്കോ പൊന്നമ്മ മാത്യു 76 വയസ്സ് കഴിഞ്ഞ ദിവസം നിത്യത്തിലേക്ക് പ്രവേശിച്ചു. കടമ്പനിട്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഹെഡ് മിസ്ട്രസായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കുമ്മനാട് ആര്യപ്പള്ളി കുടുംബാംഗമാണ്. സംസ്കാരം IPC ചാണ്ടകാവ് സഭയുടെ ആഭിമുഖ്യത്തിൽ നടന്നു. പാസ്റ്റർ നെബു മാൽസൺ തിരുവനന്തപുരം IPC താബോർ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ നെബു മാൽസൺ, ഫിലദൽഫിയയിലുള്ള അബു മാൽസൺ, ഡാലസിലുള്ള ഹണി ഫിനി എന്നിവർ മക്കളാണ്. ഫിലദൽഫിയയിൽ നിന്ന് മറ്റൊരു മരണ വാർത്തയോടെ വരുന്നു. സജി വർഗീസ് 58 വയസ്സ് ഡിസംബർ 27-ാം തീയതി സംസ്കാര ശുശ്രൂഷകൾ ഫിലദൽഫിയയിൽ വെച്ച് നടക്കും. ഫിലദൽഫിയ ഫുൾ ഗോസ്പൽ അസംബ്ലി നടക്കും. റാന്നി പ്രതീക്ഷിക്കുന്നു. ദുഃഖിതരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. മരണത്തിന്റെ മുമ്പിൽ നമ്മൾ ദുഃഖിതരാകുന്നില്ല, കാരണം അതിലുപരിയായിരിക്കുന്ന ഒരു പ്രത്യാശ നമ്മളെ ഭരിക്കുന്നു. എങ്കിലും വേറെ ആളുകൾ എപ്പോഴും നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ഈ സമയത്ത് ദൈവം നമ്മളെ ആശ്വസിപ്പിക്കട്ടെ, നിങ്ങളെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന പ്രത്യാശയോടെ ഞങ്ങൾ നിങ്ങളോട് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ഇപ്പോഴും ക്രൈസ്തവർ പീഡനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ലാതെയും അതുപോലെ തന്നെ അനാവശ്യമായും പല പീഡനങ്ങൾക്ക് ക്രൈസ്തവ വിശ്വാസികൾ ഇരയാകുന്നതിന്റെ പല റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള പല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു പ്രത്യേക വാർത്തകൾ ജനലക്ഷങ്ങളിടയിലേക്ക് എത്തുകയായി. അത് ഉത്തരാഖണ്ഡിൽ ഒരു മലയാളിയായിരിക്കുന്ന പാസ്റ്റർ രാജു സദാശിവം നടത്തി വരുന്ന ഒരു സഭയിലേക്ക്, അവരുടെ ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥനയിലേക്ക് ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് സത്യനിഷ്ഠാര്യ എന്നാണ്, അദ്ദേഹം ബംഗ്ലാദേശിക്കാരനാണ്. അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു. സഞ്ജു റഹ്മാൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര്. അദ്ദേഹം പിന്നീട് ബംഗ്ലാദേശിൽ നിന്ന് മാറി അവിടെ അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കില്ല. കാര്യം ഇപ്പോഴും അദ്ദേഹം വെറുപ്പും വിദ്വേഷവും കലർന്ന പ്രസംഗങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പൂർത്തി നടത്തി അങ്ങനെ പലവിധമായിരിക്കുന്ന കേസുകൾ അകപ്പെട്ട് അദ്ദേഹം ബംഗ്ലാദേശിൽ നിന്ന് മാറി ഇന്ത്യയിലെത്തി. അവിടെ വന്ന് അദ്ദേഹം കുറെ നാള്
നിരീശ്വരവാദിയായി ജീവിച്ചു. പിന്നീട് ഹൈന്ദവ മാർഗം സ്വീകരിച്ചു. ഹൈന്ദവ മാർഗം സ്വീകരിച്ചു കഴിഞ്ഞ് സത്യനിഷ്ഠാചാര്യ എന്ന പേര് അദ്ദേഹം ഏറ്റെടുത്ത് ഹൈന്ദവ സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എന്ന പേരിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും വെറുപ്പിക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ അദ്ദേഹം തന്നെ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഒരു ചെറിയ ഗ്രൂപ്പുകൾ ഈ പാസ്റ്റർ രാജു സദാനം നടത്തുന്ന സഭയിലേക്ക് വെള്ളിയാഴ്ച കടന്നു ചെല്ലുകയും യേശുക്രിസ്തുവിന്റെ ജനനത്തെ വളരെ നിന്ദ്യമായ രീതിയിൽ അദ്ദേഹം സമൂഹ മധ്യത്തിൽ അറിയിക്കുകയും അതുപോലെ തന്നെ വളരെ അക്രമാസക്തനാകി അദ്ദേഹത്തിന്റെ മുഖഭാവം തന്നെ വളരെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മുഖഭാവത്തോടുകൂടിയാണ് അദ്ദേഹം ആ പാസ്റ്ററോടും അവിടെയുള്ള വിശ്വാസികളും ഇടപെട്ടത്. അവിടെയുള്ള വിശ്വാസികൾ അതിനോട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും വളരെ അപ്രത്യക്ഷമായി ഉണ്ടായ ഈ സംഭവത്തിൽ അവർ വളരെ ഭയവിഹീനരായി തീർന്നു എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഇതൊക്കെ അപലപിക്കപ്പെടേണ്ട കാര്യമാണ്. ഇദ്ദേഹത്തെ നീതിയുടെ മുമ്പിൽ അല്ലെങ്കിൽ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യമുണ്ട്. അനേക മാധ്യമ പ്രവർത്തകർ ഇത് അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികളുടെ അവകാശങ്ങൾ അത് നേടിയെടുക്കുവാൻ, അതിനെ മരവിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല എന്നുള്ള കാര്യം അവന് മനസ്സിലാക്കേണ്ടതാണ്. ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടോ ഒരു മതമാറ്റത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മതത്തിന് എതിരായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹമല്ല ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് അവർ പറയുമ്പോൾ, സമാധാനത്തെക്കുറിച്ച് പറയുമ്പോൾ, രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് വേണ്ടിയവർക്കെടുക്കാം, വേണ്ടാത്തവരെ നിർബന്ധിച്ച് അതിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമൂഹമല്ലല്ലോ ക്രൈസ്തവ സമൂഹം. ഇങ്ങനെ ഞങ്ങളും അഭിനന്ദിക്കുന്നു. ഈ സത്യനിഷ്ഠ ആര്യ അദ്ദേഹം മുസ്ലിമിൽ നിന്ന് നിരീശ്വരവാദത്തിലേക്ക് വന്ന് ഹിന്ദു മാർഗത്തിലേക്ക് വന്നുവെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ക്രിസ്തീയ മാർഗത്തിലേക്ക് വരാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് പലരും പറയുന്നത്. കാര്യം യേശു ക്രിസ്തുവിനെ അദ്ദേഹം സ്വീകരിക്കുമ്പോൾ ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ അദ്ദേഹത്തിനും ദൈവത്തിനോട് പ്രവർത്തിക്കും. 2025 ക്രിസ്തുമസ് കേരളത്തിൽ ആഘോഷം നിലനിർത്തുമ്പോഴും വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾ പരിഭ്രാന്തരായി ക്രിസ്തുമസ് ആഘോഷിക്കേണ്ടി വരുന്നുവെന്ന് ശശി തരൂർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. ക്രിസ്തുമസിന്റെ തലേ ദിവസമാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇപ്രകാരം ആ പോസ്റ്റ് അദ്ദേഹം ഇട്ടത്. പല സഭാ നേതാക്കന്മാരുടെയും സഭാപിതാക്കന്മാരുടെയും ഒക്കെ കൺസേൺസ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിലൂടെ പ്രകടിപ്പിക്കുന്നുണ്ട്. പാലക്കാട്ടും ഛത്തീസ്ഗഡിലും ഉത്തർപ്രദേശിലും ജബൽപൂരിലുമൊക്കെ നടന്ന സംഭവങ്ങൾ അദ്ദേഹം ചെറിയ രീതിയിൽ അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിൽ പാലക്കാട്ട് നടന്ന ഒരു പക്ഷേ ഒറ്റപ്പെട്ട സംഭവമായേക്കാം എങ്കിൽ തന്നെയും ഇത് ഹൈന്ദവ വർഗീയവാദികൾ കേരളത്തിലേക്കും പടർന്നു കയറി അവിടെയുള്ള ക്രൈസ്തവർക്ക് വിരോധം സൃഷ്ടിക്കുവാനുള്ള സാധ്യതകളിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു എന്ന് അദ്ദേഹം ഒരു പരാമർശത്തെ നടത്തുന്നത് വളരെ ആകാംക്ഷയോടെ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കൂ. കേരളത്തിൽ നമ്മൾ ആഘോഷം നടത്തുമ്പോഴും കേരളത്തിന് വെളിയിൽ നമ്മുടെ സഹസൃഷ്ടികൾ ക്രൂശിക്കപ്പെടുന്നു, മർദ്ദിക്കപ്പെടുന്നു എന്നുള്ളത് അത്യന്തം ഖേദകരമാണ്. ഫൊക്കാനയുടെ ആഭിമുഖ്യത്തിൽ ഫിയക്കോനയുടെ ആഭിമുഖ്യത്തിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അമേരിക്കൻ ക്രിസ്ത്യൻ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ അതിന്റെ അഡ്വക്കേസി ഡയറക്ടർ ആയിരിക്കുന്ന സ്റ്റാൻലി ജോർജ് മുതിർന്ന US കോൺഗ്രസ്മാനായ ഗ്ലെൻ തോംസണുമായി ചർച്ചകൾ നടത്തി. അദ്ദേഹം അധ്യക്ഷനായ ഗ്ലെൻ തോംസൺ അധ്യക്ഷനായ US നിയമനിർമ്മാണ സമിതിയുമായിട്ടാണ് സ്റ്റാൻലി ജോർജും സംഘവും ചർച്ച നടത്തിയത്. ഇന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു പ്രഭാഷണമാണ് അവിടെ നടത്തിയത്. വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനത്തെ കുറിച്ച് ഈ സമിതിയുടെ മുമ്പിൽ സ്റ്റാൻലി ജോർജും അവതരിപ്പിക്കുകയുണ്ടായി. അമേരിക്കയുടെ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒക്കെ നടപടികൾ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് ചെലുത്തുവാൻ സ്റ്റാൻലി ജോർജിന്റെ ഇടപെടൽ മൂലം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അതിലൂടെ ആശംസിക്കുകയും ചെയ്തു. നൈജീരിയയിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന പീഡനങ്ങൾക്ക് ഉടൻ തന്നെ അമേരിക്ക പ്രതികരിക്കുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. എങ്ങനെയാണെന്നോ എപ്പോഴാണെന്നോ ഏത് രീതിയിലാണെന്നോ ഉള്ള പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന പീഡനങ്ങൾ പ്രത്യേകിച്ച് ലോകത്തിൽ കൂടുതൽ നൈജീരിയയിൽ നടക്കുന്നു, മറ്റ് പല സ്ഥലങ്ങളിൽ നടക്കുന്നു. അതിനെതിരെ അമേരിക്ക ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുമെന്ന് അദ്ദേഹം ഒരു പ്രസ്താവന. യുണൈറ്റഡ് പെന്റക്കോസ്റ്റൽ ഫെലോഷിപ്പിന്റെ ഗ്ലോബൽ മെഗാ ബൈബിൾ ക്യൂസ് ജനുവരി മാസം 3 കോട്ടയം ടാബർനക്കിൽ വെച്ച് നടത്തപ്പെടുമെന്ന്
അതിന്റെ ഭാരവാഹികൾ അറിയിച്ചു. പല സ്ഥലങ്ങളിൽ നടന്ന ബൈബിൾ ക്വിസിന്റെ അവസാനത്തെ ഗ്രാൻഡ് ഫിനാലെയാണ് ജനുവരി മാസം 3-ാം തീയതി കോട്ടയത്ത് വെച്ച് നടക്കുന്നത്. കോട്ടയം സയോൺ ടാബർനക്കിളാണ്. അതിന്റെ 1ാം സ്ഥാനം നേടുന്നവർക്ക് 20,000 ഇന്ത്യൻ രൂപയും, 2ാം സ്ഥാനം നേടുന്നവർക്ക് 10,000 ഇന്ത്യൻ രൂപയും, 3ാം സ്ഥാനം നേടുന്നവർക്ക് 5,000 ഇന്ത്യൻ രൂപയും, മറ്റുള്ളവർക്ക് പ്രോത്സാഹനമായി മറ്റു വിവിധ സമ്മാനങ്ങൾ കൊടുക്കുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു. സജി നടുവത്തറ ഉൾപ്പെടെയുള്ള നിരവധി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇന്ത്യ ബന്ധുക്ക സഭയുടെ കൊട്ടാരക്കര മേഖലാ കൺവെൻഷൻ 65ാമത് മേഖലാ കൺവെൻഷൻ ജനുവരി 7 മുതൽ 11 വരെ IPC ബെതസ്ത പുലമൺ ജംഗ്ഷനിൽ IPC ബർഷേബ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. പാസ്റ്റർ IPCയുടെ സീനിയർ പാസ്റ്റർ ബെഞ്ചമിൻ തോമസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ലീഗൽ സെല്ലിന്റെ ഭാരവാഹികൾ ഷിക്കാഗോ സന്ദർശിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികൾക്ക് വേണ്ടി നിയമ സഹായം നൽകുന്ന ഒരു സംഘടനയാണ് പ്രവാസി ലീഗൽ സെൽ. അതിന്റെ പ്രവർത്തകരായിരിക്കുന്ന അഡ്വക്കേറ്റ് ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ്, അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം എന്നിവരും അമേരിക്കയിലെ അതിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് മാത്യു മാപ്ലേറ്റുമാണ്. കേരള എക്സ്പ്രസ് ചീഫ് എഡിറ്റർ KM മേപ്പൻ, ഷിക്കാഗോ ഗോസ്പൽ മീഡിയ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ അലക്സി കോഷി, സെക്രട്ടറി കുര്യൻ ഫിലിപ്പ് എന്നിവരുമായി അഭിമുഖ സംഭാഷണം നടത്തിയിട്ട് ഇതിന്റെ വിശദ വിവരങ്ങൾ പിന്നീട് ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ചത്തെ വീക്കിലി റൗണ്ടപ്പ് ആരംഭിക്കുന്നത് പുതുവർഷത്തിലായിരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും അനുഗ്രഹ സമ്പൂർണമായ ദൈവത്തിന്റെ അനുഗ്രഹം നിറഞ്ഞ ഒരു നല്ല ഒരു വർഷം ഞങ്ങൾ ആശംസിക്കുന്നു. നവമത്സരം ആശംസിച്ചുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കാണാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.